രാജീവ് കൊച്ചുപറമ്പിൽ, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ രാജീവ്, എന്താണ് നിങ്ങളുടെ ആവശ്യം? കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി, ന്യൂനപക്ഷ ക്ഷേമം ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. പൊതുവിദ്യാഭ്യാസം പക്ഷേ ലീഗിന് കൊടുക്കാൻ തീരുമാനമായതാണ്. പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇക്കാര്യത്തിൽ തടസ്സം പറയുന്നത്? പ്രിയപ്പെട്ട മഞ്ജുഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മുഖ്യമന്ത്രിയും മറ്റ് അധികാരികളോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളതിനെ ഉൾക്കൊള്ളുന്നു. ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ വകുപ്പുകൾ വിഭജിച്ചു കൊടുക്കേണ്ട ഏറ്റവും അധികാരപ്പെട്ട ആൾ മുഖ്യമന്ത്രി തന്നെയാണ്, അല്ലൊന്നും ഒരു സംശയമില്ല. ചില വകുപ്പുകളൊക്കെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇപ്പോൾ പൊതുസമ്മതത്തിൽ നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ചില ചാനലുകളിൽ, ചില വാർത്തകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയെ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ഇപ്പോൾ തന്നെ ചില സംഘടനകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരു പ്രത്യേക തരത്തിലേക്ക് തന്നെ ആ വകുപ്പ് മാറ്റി അവർക്ക് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതായിട്ടാണ് വാർത്ത വരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഇതൊരു പൊതുവായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ആവശ്യമാണ്. നേരത്തെ ഒറ്റ വിദ്യാഭ്യാസ വകുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് 2 വിദ്യാഭ്യാസ വകുപ്പുകൾ തിരിച്ചു. ഈ 2 വിദ്യാഭ്യാസ വകുപ്പിനും അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു ന്യായമല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ, മുമ്പത്തെ മന്ത്രിസഭയിലും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചില ആളുകളെ ബോധപൂർവ്വം അവഗണിക്കപ്പെടുന്നു എന്നുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തർക്കങ്ങളും ചർച്ചകളും ഒഴിവാക്കാൻ ഒരു സമതുലിതാവസ്ഥ പാലിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. അല്ല, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അതാണോ നിങ്ങൾ പറയുന്നത്? പൊതുവിദ്യാഭ്യാസം ലീഗിനായിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസം പക്ഷേ കോൺഗ്രസിന് വേണം, അതാണോ കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം? കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ സഭയുടെ ആവശ്യം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം ഇത് കോൺഗ്രസ് എന്നല്ല, പൊതുവായിട്ട് എല്ലാ പൊതുസമൂഹത്തെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഈ കാര്യങ്ങളിൽ നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസം മുസ്ലിം ലീഗിന്റെ ഒരു ഭരണ പ്രതിനിധിക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബാലൻസിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു തുല്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു നീതിപൂർവമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്കോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകണം. കാരണം എങ്കിൽ മാത്രമേ ഇവിടെ ഈ സമൂഹത്തിൽ തുല്യമായിട്ടുള്ള നീതി ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു ക്രൈസ്തവന് കൊടുക്കണം എന്നുള്ളതാണോ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല. പക്ഷെ പൊതുസമൂഹത്തെ പ്രതിനിധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ കോൺഗ്രസ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സമുദായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നീതിപൂർവമായിട്ട് എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്ന മനോഭാവം ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ള ചിന്ത പൊതുസമൂഹത്തിനുണ്ട്. ഞങ്ങൾക്കിപ്പം ഒരു മതത്തോടോ ഒരു സമുദായത്തോടോ ഒരു തരത്തിലുള്ള എതിർപ്പില്ല. പക്ഷെ ഈ സമൂഹത്തിൽ ഒരു തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ നടപടിക്രമങ്ങളും ഭരണ സംവിധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് പൊതുവായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾക്ക് ഉണ്ടാകണം. നിങ്ങളിങ്ങനെ പറയുമ്പോൾ സർക്കാരിനെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണല്ലോ. ഫിഷറീസ് വകുപ്പ്, ലത്തീൻ സഭ പറയുകയാണ് ലീഗിന് കൊടുക്കരുത്, അതും കോൺഗ്രസ് തന്നെ കൈവശം വെക്കണമെന്ന്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, അത് ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള കാര്യം നിങ്ങളും പറയുകയാണ്, കത്തോലിക്ക കോൺഗ്രസും പറയുകയാണ്, അതായത് സിറോ മലബാർ സഭ പറയുകയാണ്. ഇങ്ങനെ കത്തോലിക്ക സഭകളിൽ നിന്ന് ഇങ്ങനെയുള്ള സമ്മർദ്ദം വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ ആവശ്യം പരിഗണിക്കേണ്ടി വരിക തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ലീഗ് ഒരു വശത്ത് നിന്ന്, ലീഗിനോട് നിങ്ങൾക്കുള്ള എതിർപ്പ് അത് പ്രകടമാവുകയാണ് ഇവിടെ. ഒരിക്കലുമല്ല, ലീഗിനോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾ എല്ലാ ജനവിഭാഗത്തെയും തുല്യമായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും തുടങ്ങാൻ ശ്രമിക്കുന്നതുമല്ല. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ലത്തീൻ സഭ, ആ സഭയിലെ ആളുകൾ കൂടുതലായിട്ടുള്ളത് ഫിഷറീസുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ്. അതുകൊണ്ട് അവരുടെ ഒരു പ്രതിനിധിക്ക് ആ ഭാഗത്തേക്ക്, ആ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് കുറച്ച് അഭിഭാഗ്യമാണെന്നുള്ള കാര്യം അവർ പറഞ്ഞു, അവരുടെ ആശങ്ക പറഞ്ഞു. അത് മുഖ്യമന്ത്രി പരിഗണിക്കുമെന്ന് പറയുണ്ടായി. അതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കൂട്ടിക്കിടക്കലിന്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സഭകൾ ഈ നാട്ടിൽ നൽകിയിട്ടുള്ള സംഭാവനകളെ ആർക്കും തമസ്കരിക്കാൻ സാധിക്കത്തില്ല. പള്ളിയോടൊപ്പം പള്ളിക്കൂടം പണിത് ഈ പള്ളിക്കൂടത്തിൽ പഠിച്ച് വളർന്നു വന്ന ആളുകളാണ് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ജനവിഭാഗവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ നവോത്ഥാനത്തിന് മുന്നേറ്റം കുറിച്ച ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളുടെ ആവശ്യങ്ങൾ ന്യായമല്ല എന്ന് പറയാൻ. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ. ന്യൂനപക്ഷ ക്ഷേമം ലീഗിന് കൊടുക്കരുത്, അതും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന്.
ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില ആക്ഷേപങ്ങളും അവഗണനകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകുന്ന സംവിധാനം വേണമെന്ന് അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ ആ കാലഘട്ടത്തിൽ ആദ്യ ഭാഗത്ത് മുഖ്യമന്ത്രി തന്നെ ആ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറായി എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ അത് ജനസംഖ്യാനുപാതികമായിട്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭിക്കേണ്ട നീതി ലഭ്യമാകുവാനായിട്ട് സർക്കാർക്ക് ബാധ്യതയുണ്ട്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെയോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ വോട്ട് കണ്ടല്ല, മറിച്ച് പൊതുവായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യമായിട്ട് കാണാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് എന്നുള്ള, അല്ലാതെ സമ്മർദ്ദത്തിന്റെ ഭാഗം ഇതിനകത്ത് ഈ സമ്മർദ്ദമാണോ ഇപ്പോൾ വകുപ്പ് വിഭജനം പൂർണ്ണമാകാതിരിക്കാനുള്ള കാരണം? ഇത് അതോ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ലീഗുമായിട്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ ഈ ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഫിഷറീസ് ഇവയിലൊക്കെ തട്ടി നിൽക്കുകയാണോ ഈ വകുപ്പ് വിഭജനം? അതോ ഇപ്പോൾ ഷാക്കിർ പറഞ്ഞു ഗവർണർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഈ അന്തിമ വിജ്ഞാപനം വൈകുന്നത് എന്ന്. ചർച്ച പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ഒരു സമ്മർദ്ദമോ അങ്ങനെ ഒരു ശരി ആനന്ദ് കൊച്ചുകൂടി ഇല്ല. ശരി ആനന്ദ്. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാണ് കോൺഗ്രസ് ഇത്ര ധൃതി കൂട്ടി 18-ാം തീയതി തന്നെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചത്? അത് എല്ലാ കൂടിയാലോചനകൾക്ക് ശേഷം, കാരണം ഇപ്പോൾ വകുപ്പ് വിഭജനം പൂർത്തിയായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് ഇനിയും സമയം വേണമെങ്കിൽ എടുക്കാം എന്ന കാര്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പം മന്ത്രിമാരെ പരിഗണിച്ചത് ഉൾപ്പെടെ ഇതിൽ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ചാണ്ടി ഉമ്മന് ഓർത്തഡോക്സ് സഭയുടെ പരാതിയുണ്ട്, മാണി സി കാപ്പൻ്റെ പരാതിയുണ്ട്, ലീഗിന് 5-ാം മന്ത്രി എന്നുള്ള വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് 4 മന്ത്രിസ്ഥാനത്തിൽ ലീഗിനെ പരിമിതപ്പെടുത്താൻ പറ്റാതിരുന്നത് എന്നുള്ള കാര്യമുണ്ട്. അത് ആണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് ഈ ബാലൻസിങ് നടക്കാത്തതിലുള്ള പ്രധാന കാരണം അതാണ്. ഇപ്പോൾ ലീഗിന് 4 മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്താൽ അവർ ഉറപ്പായിട്ടും 4 മന്ത്രിസ്ഥാനത്തിൽ അവർ ഹാപ്പി ആയേനെ. കാരണം ഞാനിത് ലീഗ് നേതാക്കളോട് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളോട് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഇവർ കുറച്ചാൾ മുമ്പ് വരെ ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.